ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റാണിത്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ 150 ഗ്രാം എന്ന് പറയുമ്പോൾ 1.5 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര ഒന്ന് ആക്കി എടുക്കണം കേട്ടോ. ലൈറ്റ് കളറല്ല, ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇനി ഈ സേമിയയിലിട്ട് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നേരിയതായിട്ടുള്ള സേമിയ വേണം കേട്ടോ എടുക്കാനായിട്ട്, നല്ല തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഈ ബട്ടറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പണ്ടത്തെ റഫല്ലോ ക്യാൻഡിയുടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കുന്ന ട്രേ ഉണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കുട്ടികളുടെ മരുന്നൊക്കെ വന്ന ഡബ്ബകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് ഷേപ്പ് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. ഇനി ഇത് ഞാൻ കുറച്ച് ബട്ടർ ഇതിനകത്ത് പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ പ്രസ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് അതൊന്ന് കൊട്ടിയിടുവാണ്. കണ്ടോ, നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ മുകളിൽ ഇങ്ങനെ ഒരു കാഷ്നട്ടൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.